ഹലോ, വെൽക്കം ടു ആക്സോണാസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്ഷൻ സി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ, സെക്ഷൻ സിയിൽ വരുന്ന 2 മാർക്ക് അഥവാ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്. ഇനി നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പാണ്, അതായത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42 to 47 വരെയാണ് അത് വരുന്നത്. ഓക്കെ, നമുക്ക് 40 സെക്കൻഡ്സ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 42ാമത്തെ ചോദ്യം? വാട്ട് ഈസ് സെയിൽസ് പ്രൊമോഷൻ? നെയിം എനി 2 പ്രൊമോഷണൽ ടൂൾസ് യൂസ്ഡ് ബൈ ബിസിനസ്. എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു മാർക്കറ്റിംഗ് മിക്സ് ആണ് സെയിൽസ് പ്രൊമോഷൻ. അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും 2 പ്രൊമോഷണൽ ടൂൾസ്, നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2 പ്രൊമോഷണൽ ടൂൾസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് സെയിൽസ് പ്രൊമോഷൻ നമുക്ക് നോക്കാം. ദ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ഓഫേർഡ് ടു എൻകറേജ് ബൈയിങ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആണ്. എന്താണ്? സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എൻകറേജ് ചെയ്യാണ്. എന്താണ്? ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ആയിട്ട്. ഓക്കെ, ലൈക്ക് എന്താണ്, ഒരു കുറേ കാലത്തിനെല്ലാം നമ്മൾ ഈ സെയിൽസ് പ്രൊമോഷൻ ചെയ്യാം. നമ്മളൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അതിന് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഓക്കെ, ഇതൊരിക്കലും കുറേ നാൾക്ക് നീണ്ട കുറേ നാൾ നിൽക്കുന്ന ഒന്നല്ല, ഷോർട്ട് ടേം ആണ്. വളരെ കുറച്ചൊരു പീരിയഡിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഓക്കെ, സെയിൽസ് പ്രൊമോഷൻ. സോ നമ്മൾ ചെയ്യുന്ന നോർമലായിട്ട് അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന 2 പ്രൊമോഷണൽ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഫ്രീ സാമ്പിൾസ് കൊടുക്കുക, 2 ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഡിസ്കൗണ്ട് കൊടുക്കുക നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കൊരു 950 ആണ് നമ്മുടെ ഒരു ഇത് വന്നതെന്ന് വിചാരിച്ചു. അവർ പറയും ഓക്കെ ഞങ്ങൾക്ക് 920 മതി അല്ലെങ്കിൽ 930 മതി, 20 റുപ്പീസ് എന്താണ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നു. അങ്ങനെ ചെയ്താൽ എന്താണ്, അവർക്ക് സെയിൽസിൽ വീണ്ടും നമ്മൾ കസ്റ്റമേഴ്സ് അങ്ങോട്ട് വരും എന്നുള്ളൊരു വിശ്വാസം. അതാണ് ഡിസ്കൗണ്ട്. ഫ്രീ സാമ്പിൾസ് അറിയാലോ, ചെറിയ പുതിയ പ്രൊഡക്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾസ് ഫ്രീ ആയിട്ട് കൊടുക്കും. എന്തിനാണ്? ആൾക്കാർക്ക് അതിനെപ്പറ്റി എന്താണ് അവയർനെസ് ഉണ്ടാവാൻ. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ഗുഡ്, അത് യൂസ് ചെയ്തിട്ട് അത് ഗുഡ്, അത് ഓക്കെ ആണെന്ന് അവർക്ക് കസ്റ്റമേഴ്സിന് തോന്നിയാൽ എന്ത് ചെയ്യും? അവർ വീണ്ടും അത് വാങ്ങിക്കാൻ വരും എന്നുള്ള അവരുടെ ഒരു എന്താണ് ഉറപ്പിൻ്റെ പേരിലുമാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെയിൽസ് പ്രൊമോഷൻ? ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ഓഫേർഡ് ടു എൻകറേജ് ബൈയിങ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രൊമോഷണൽ ടൂൾസ് എന്തൊക്കെയാണ്? ഫ്രീ സാമ്പിൾസ് ആണ് ഒന്ന്, മറ്റൊന്ന് ഡിസ്കൗണ്ട്സ് ആണ്. ഓക്കെ ആണല്ലോ. എന്താണ് ഓർ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. വീണ്ടും സെയിൽസ് പ്രൊമോഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു 3 ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് വരിക സെയിൽസ് കൂട്ടുക എന്നുള്ളതായിരിക്കും. ടു ഇൻക്രീസ് ഇമ്മീഡിയറ്റ് സെയിൽസ്. നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ടല്ല ഈ സെയിൽസ് കൂടേണ്ടത്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ആണ്. ഒരു ചെറിയ കാലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സെയിൽസ് എന്താക്കണം, കൂട്ടിക്കൊണ്ടുവരണം. ഓക്കെ, സോ എന്താണ്? ടു ഇൻക്രീസ് ഇമ്മീഡിയറ്റ് സെയിൽസ് ആണ്. സെയിൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൂട്ടുക. 2 ടു അട്രാക്റ്റ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാം? അട്രാക്റ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തത്. ഫസ്റ്റത്തത് ടു ഇൻക്രീസ് ഇമ്മീഡിയറ്റ് സെയിൽസ്, 2 ടു അട്രാക്റ്റ് ന്യൂ കസ്റ്റമേഴ്സ്, 3 എന്താണ്? ടു എൻകറേജ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ടു ബൈ മോർ. ടു എൻകറേജ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ടു ബൈ മോർ. എന്താണ്? 1 സെയിൽസ് കൂട്ടുക, 2 എന്താണ്? പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. 3 എന്താണ്? ഓൾറെഡി നമ്മളെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവരെ എന്ത് ചെയ്യുക? കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സെയിൽസ് കൂട്ടുക, ദെൻ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സിനോട് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഓക്കെ, അതാണ് 42ാമത്തെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? 43ാമത്തെ ചോദ്യമാണ്. ബെസ്റ്റ് മാനുഫാക്ചറേഴ്സ് ലിമിറ്റഡ് ഈസ് എ കാർ മാനുഫാക്ചറിംഗ് കമ്പനി. The production, sales and marketing departments need to work together to ensure smooth operations. The sales team promised early delivery of cars to customers, but the production team could not meet the deadlines due to delay in raw material supply. This led to customer dissatisfaction and a decline in the company's reputation. Question എന്താണ്? Which management function is missing in Best Manufacturers Limited? B. Mention any 2 problems which the company is facing because of the missing function.
നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ ഏതോ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ മിസ്സിംഗ് ആണ്. ആ ഫംഗ്ഷൻ ഏതെന്നാണ് ചോദിക്കുന്നത്. ദെൻ ആ ഒരു ഫംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കമ്പനി അനുഭവിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയിലുള്ള 2 പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്താണ്? ബെസ്റ്റ് മാനുഫാക്ചറേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അവിടെ എന്താണ് പ്രൊഡക്ഷൻ, സെയിൽസ്, അതുപോലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് സ്മൂത്ത് ആയിട്ട് അവരുടെ ഫംഗ്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, the sales team promised early delivery of cars to customers, but the production team could not meet the deadlines due to the delay in raw material supply. എന്താണ് നമ്മുടെ സെയിൽസ്, നമ്മൾ പറഞ്ഞു സെയിൽസും പ്രൊഡക്ഷനും മാർക്കറ്റിംഗും ഒരുമിച്ച് വർക്ക് ചെയ്താലേ നടക്കുകയുള്ളൂ, എന്താ പറയുക, പ്രോപ്പറായിട്ട് അവിടെ നടക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ സെയിൽസ് ടീം എന്താ പറഞ്ഞത്, ഏർലി ഡെലിവറി ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രോമിസ് ചെയ്തു. പക്ഷേ പ്രൊഡക്ഷൻ ടീമിന് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡെഡ് ലൈൻസ്, ബിക്കോസ് ഓഫ് അവരുടെ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യാണ്, ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരാത്തത് കൊണ്ട്. This led to customer dissatisfaction and a decline in the company's reputation. അങ്ങനെ ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ചാവാത്തത് അല്ലെങ്കിൽ അവർ ഒരുപോലെ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് എന്താണ്, കസ്റ്റമർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സിന് ഇവരുടെ കമ്പനിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടാവുന്നു. അതുപോലെ തന്നെ എന്താണ്, അവരുടെ കമ്പനിയെക്കുറിച്ചുള്ള സൽപ്പേര്, റെപ്യൂട്ടേഷൻ, അവരുടെ റെപ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു, കുറയാനും കാരണമായി. ഇതാണ് നമ്മുടെ ഒരു സിനാരിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഇവിടെ പറയുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, അതായത് ബെസ്റ്റ് മാനുഫാക്ചറേഴ്സ് ലിമിറ്റഡിൽ ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്താണ്, ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ അത് അവിടെ കാണാനില്ല. സോ ആ ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതാണ്, നമുക്കറിയാം 3 ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ പറയുന്ന ഒരു ഇതെന്താണ്, അതില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അത്, ആ ഫംഗ്ഷൻ ഏതാണ്, പരസ്പരം എന്ത് വേണം, എല്ലാവർക്കും ഒരു പരസ്പര ധാരണ വേണം, ഒരുമിച്ച് വർക്ക് ചെയ്യണം. എന്താണത്, കോർഡിനേഷൻ ഈസ് ദ ഫങ്ഷൻ. ആൻഡ് എന്താണ് 2 പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നത് കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട്? ഒന്ന് ഡിലേ ഇൻ മീറ്റിംഗ് ഡെഡ് ലൈൻസ് ആണ്. അത് ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട്, അവർക്ക് ഡെഡ് ലൈൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. സോ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിലേ ഇൻ മീറ്റിംഗ് ഡെഡ് ലൈൻസ് ആണ്. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്, കസ്റ്റമർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതാണ്. മെൻഷൻ എനി 2 പ്രോബ്ലംസ് വിച്ച് ദ കമ്പനി ഈസ് ഫേസിങ്. ഈ കമ്പനി ഫേസ് ചെയ്യുന്ന 2 പ്രോബ്ലം എന്തുകൊണ്ട്, ബിക്കോസ് ഓഫ് ദ മിസ്സിംഗ് ഫംഗ്ഷൻ. ഏതാണ് മിസ്സിംഗ് ഫംഗ്ഷൻ, കോർഡിനേഷൻ. ഇതിൽ പറയുന്ന ഏതാണ് പ്രോബ്ലംസ് എന്താണ്, ഒന്ന് കസ്റ്റമർ ഡിസ്സാറ്റിസ്ഫാക്ഷനും ദെൻ പിന്നെന്താണ് ഡിലേ ഇൻ മീറ്റിംഗ്, ഇവിടെ എവിടെയോ പറയുന്നുണ്ട്, ഡിലേ ഇൻ മീറ്റിംഗ് ഡെഡ് ലൈൻസും ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഡിലേ ഇൻ മീറ്റിംഗ് ഡെഡ് ലൈൻസ്, 2 കസ്റ്റമർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. അതാണ് 2 പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നത്. ഈ ബെസ്റ്റ് മാനുഫാക്ചറേഴ്സ് ലിമിറ്റഡിന് എന്താ പറയുക, മിസ്സിംഗ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതാണ്, കോർഡിനേഷനാണ് ഫംഗ്ഷൻ. എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്ത് പരസ്പര ധാരണയോടെ സഹകരണത്തോടെ മുന്നോട്ട് പോവാത്തതിൻ്റെ പ്രശ്നമാണ് ആർക്ക് വന്നിട്ടുള്ളത്, നമ്മുടെ ബെസ്റ്റ് മാനുഫാക്ചറേഴ്സ് ലിമിറ്റഡിന് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, 44ാമത്തെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. നമുക്ക് 3 ടേംസ് അല്ലെങ്കിൽ 3 ടേംസ് തന്നിട്ടുണ്ട്. ആ ടേംസ് നമ്മളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? എ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ബി ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സി ടെലി മാർക്കറ്റിംഗ്. എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമുക്കറിയാലോ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുക. സെല്ലിംഗ് ഡയറക്റ്റ്ലി ടു കസ്റ്റമേഴ്സ് വിത്തൗട്ട് ഇൻ്റർമീഡിയറീസ്. അവരുടെ ഇടയിൽ ആരുണ്ടാവില്ല, ഒരു ഇൻ്റർമീഡിയറി, ഒരു മിഡിൽ മാൻ, ഇടനിലക്കാരൻ്റെ ആവശ്യം അവിടെ അല്ല. അവിടെ ഇടനിലക്കാരൻ അല്ലെങ്കിൽ മിഡിൽ മാനോ ഇൻ്റർമീഡിയറിയോ ഉണ്ടാവില്ല. നേരിട്ട് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് സാധനങ്ങളോ സേവനങ്ങളോ സെല്ല് ചെയ്യുന്നു, വിൽക്കുന്നു. അതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, സെല്ലിംഗ് ഡയറക്റ്റ്ലി ടു കസ്റ്റമേഴ്സ് വിത്തൗട്ട് ഇൻ്റർമീഡിയറീസ് ആണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, ഡയറക്റ്റ്. സെക്കൻഡ് വൺ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആണ്. പ്രൊമോട്ടിംഗ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺലൈൻ. നമ്മൾ ഗുഡ്സിനെ പ്രൊഡക്ട്സിനെ എന്താ ഓൺലൈനിലൂടെ, അതായത് നമ്മൾ അറിയാലോ സോഷ്യൽ മീഡിയാസിലൂടെയും ഓൺലൈനായിട്ട് എന്ത് ചെയ്യാണ്, പ്രൊഡക്ട്സിനെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുക. ഓക്കെ, അതാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ ടെലി മാർക്കറ്റിംഗ്. എന്താണ് ടെലി മാർക്കറ്റിംഗ്? ടെലി എന്ന് പറഞ്ഞാൽ അറിയാം, ടെലിഫോണിൻ്റെ ടെലി. യൂസിങ് ടെലിഫോൺ കോൾസ് ടു പ്രൊമോട്ട് ആൻഡ് സെൽ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. പ്രൊഡക്ട്സിനെയും സർവീസസിനെയും നമ്മൾ പറഞ്ഞു ഓൾറെഡി, സെല്ല് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എന്താണ് യൂസ് ചെയ്യുന്നത്, ടെലഫോൺ നമ്മൾ യൂസ് ചെയ്യുക. ടെലഫോൺ കോൾസ് നമ്മൾ എന്ത് ചെയ്യാണ്,
യൂസ് ചെയ്യാണ്. അതിനെ പറയുന്ന പേരാണ് ടെലിമാർക്കറ്റിംഗ്. ടെലിഫോൺ കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ. സോ എന്തൊക്കെയായിരുന്നു ടേംസ്? ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, ടെലിമാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് സെല്ലിംഗ് ഡയറക്റ്റ്ലി വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറീസ് ആണ്. ദെൻ രണ്ടാമത്തെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ത്രൂ ഓൺലൈൻ ആണ്. ദെൻ ടെലിമാർക്കറ്റിംഗ് യൂസിങ് ടെലിഫോൺ കോൾസ് എന്താ പറയുക പ്രൊമോട്ട് ഓർ സെൽ ദ ഗുഡ്സ് ഓർ സർവീസസ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ 44ാമത്തെ ചോദ്യം വരുന്നത്. ഈ 3 ടേംസിനെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് രണ്ടും ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ വലുതാണെന്ന് വിചാരിച്ചിട്ട് ആൻസർ അത്രയും എന്താ പറയുക ഡിഫിക്കൽട്ട് ആവണം എന്നില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, അത്ര ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് 44ാമത്തെ ചോദ്യം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ടേംസും കാര്യങ്ങളാണ്, അതാണ് ഞാൻ പറയുന്നത്. അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇതിലില്ല എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. 45ാമത്തെ ചോദ്യം നമ്മുടെ മറ്റേ 44th ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. താഴെ തന്നിട്ടുള്ളതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതെന്താണ്? എ, പ്ലാനിങ് ഈസ് പെർവാസീവ്, പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ്ങിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് തന്നിട്ടുള്ളത്. പ്ലാനിങ്ങിൻ്റെ 3 ഫീച്ചേഴ്സ് തന്നിട്ട് ഈ ഫീച്ചേഴ്സ് ഇങ്ങനെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ചെറിയൊരു എക്സ്പ്ലനേഷനല്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാനിങ് ഈസ് പെർവാസീവ്. എന്താണ് പെർവാസീവ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ഓൾ ലെവൽസ് എന്നുള്ള മീനിങ് ആണ്. എന്താണ് വരുന്നത്? ഫൗണ്ട് ഇൻ ഓൾ ലെവൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് ഒന്നാമത്തത്. പ്ലാനിങ് ഈസ് പെർവാസീവ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിക്കോസ് ദ ഫങ്ഷൻ ഓഫ് പ്ലാനിങ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ ലെവൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലും, മിഡിൽ, ടോപ്പ്, ലോവർ, അങ്ങനെ 3 ലെവൽസിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമ്മുടെ പ്ലാനിങ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് പെർവാസീവ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്തുകൊണ്ടാണ് പ്ലാനിങ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് റിവൈസിങ് ദ പ്ലാൻസ് വൺസ് വി ആർ എന്താ പറയുക, നമ്മൾ ഒരിക്കൽ നമ്മൾ പ്ലാൻസ് റെഡിയാക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ പ്ലാൻ എന്ത് ചെയ്യും? റിവൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, പ്ലാനിങ് കണ്ടിന്യൂസ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇറ്റ് ഈസ് റിവൈസിങ്, ഓൾവേസ് റിവൈസിങ്. പ്ലാനിങ് നമ്മൾ പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എന്തുകൊണ്ടാണ് പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറയുന്നത്? ഭാവിയുമായി റിലേറ്റഡ് ആണ് പ്ലാനിങ്. എന്തുകൊണ്ട്? ഫോർവേഡ് ലുക്കിംഗ് ആൻഡ് ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ കണ്ടീഷൻസ് ആണ്. നമുക്കറിയാം പ്ലാനിങ് ഈസ് ദ ഫംഗ്ഷൻ വിച്ച് ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ആണ്. ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷനാണ്. നമ്മൾ മുന്നോട്ട്, അതായത് ഭാവിയിലോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ദെൻ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ കണ്ടീഷൻസ് ആണ്. അതിൽ പിന്നെ എന്തും പറയുന്നുണ്ട്, അതിൽ എന്തൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചർ കണ്ടീഷൻസിനെ ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിൽ? നമ്മുടെ ഈ പ്ലാനിങ്ങിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിലോട്ടാണ്, അത് നമ്മൾ ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതുപോലെ ഫ്യൂച്ചർ കണ്ടീഷൻസിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇത് ഓക്കെ ആണല്ലോ. പ്ലാനിങ് ഈസ് പെർവാസീവ്, പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എഗെയിൻ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി. ഈ ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജിയും പോളിസിയും ഒക്കെ നമ്മൾ എന്താണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിനൊന്നും അധികം ടൈം എടുക്കണ്ട എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ പിന്നെയും ഡിസ്കസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ്സ്? ദ എൻഡ് റിസൾട്ട്സ് എ ബിസിനസ് എയിംസ് ടു അച്ചീവ് ആണ്. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ്സിന് എന്താ പറയുക, അച്ചീവ് ചെയ്യേണ്ട എൻഡ് റിസൾട്ട്സ് ആണ്. അവസാനമായിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം അവരുടെ ഒരു ബിസിനസ്സിന് മെയിനായിട്ട് അവർക്ക് എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യേണ്ട, അച്ചീവ് ചെയ്യേണ്ട ഒന്നാണ് എന്ത്? അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എൻഡ് റിസൾട്ട് എന്നാണ് നമ്മൾ പറയുക. അവസാനം നമുക്ക് കിട്ടേണ്ട ഒരു റിസൾട്ടാണ് എൻഡ് റിസൾട്ട് എ ബിസിനസ് എയിംസ് ടു അച്ചീവ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താണ്? സ്ട്രാറ്റജിയാണ്. എന്താണ് സ്ട്രാറ്റജി? ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ
ടു അച്ചീവ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. ഒരു ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. നമ്മൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആക്ഷൻ, ഓക്കെ, പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. ലൈക്ക് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്, നമുക്കൊരു സ്ട്രാറ്റജി വേണം, എങ്ങനെയാണത് യൂസ് ചെയ്യുക. സ്ട്രാറ്റജിൻ്റെ മലയാളം തന്ത്രം എന്നാണ്. സോ ടു അച്ചീവ് ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്, നമുക്ക് ലോങ് ടേം ദീർഘകാല ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എങ്ങനെയാണത് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. ബ്രോഡ് പ്ലാൻ ആണ്, അത് വലുതാണ്. എപ്പോഴും ബ്രോഡായിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ സ്ട്രാറ്റജി ഉണ്ടായിരിക്കുക. ഓക്കെ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ്, ടു അച്ചീവ് ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. മൂന്നാമത്തെ പോളിസിയാണ്. പോളിസീസ് ആർ ദ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ റുട്ടീൻ സിറ്റുവേഷൻ. റുട്ടീൻ നമ്മുടെ ഡെയിലി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡെയിലി കാര്യങ്ങളിലൊക്കെ എന്താണ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ജനറൽ ഗൈഡ് ലൈൻസ് ആണ് പോളിസി. ഇത് നമുക്കറിയാലോ, ഒരു കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആയിരിക്കും അവർക്കുള്ളത് എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ റുട്ടീൻ സിറ്റുവേഷൻസ്. ഓക്കെ, അതാണ് നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയായിരുന്നു, ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് റിസൾട്ടാണ്, അത് ആലോചിച്ചാൽ മതി. ദെൻ സ്ട്രാറ്റജി എന്താണ്, ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ടു അച്ചീവ് ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. ദെൻ സി എന്തായിരുന്നു, പോളിസിയാണ്, ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, ആ ഗൈഡ് ലൈൻസ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് എന്ത്, പോളിസി എന്ന് പറയുന്നത്. ഓരോ കമ്പനിക്കും പോളിസി ഉണ്ടായിരിക്കും, ആ പോളിസി വിട്ടിട്ട് അവരൊന്നും ചെയ്യില്ല, അതാണ് അവരുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പറയണത്, ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയണത്. ഓക്കെ, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് അങ്ങനെ അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.